ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ക്ലാസ് ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അതായത് എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഓരോ കോഡ് കൂടി തരികയാണ് ഇന്നു മുതൽ. നമുക്ക് പഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള വസ്തുതകൾ കോഡിലൂടെ എല്ലാ ക്ലാസ്സും തുടങ്ങുമ്പോൾ നമുക്ക് പഠിച്ചിരിക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. ഗംഗയിലൂടെ ഹജ്ജിന് പോകുന്ന ഫറൂഖ് ഋഷി കാണാതെ ഹരി വാരിപ്പാറ്റിയ കനമുള്ള ബാത് കൊണ്ടുപോയി. എന്താണിത്? ഗംഗയിലൂടെ ഹജ്ജിന് പോകുന്ന ഫറൂഖ് ഋഷി കാണാതെ ഹരി വാരിപ്പാറ്റിയ കനമുള്ള ബാത് കൊണ്ടുപോയി. ഗംഗാ നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഈ കോഡിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഗംഗാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് ഈ കോഡിലുള്ളത്. ഗംഗയിലൂടെ ഹജ്ജിന് പോകുന്ന ഫറൂഖ് ഋഷി കാണാതെ ഹരി വാരിപ്പാറ്റിയ കനമുള്ള ബാധ കൊണ്ടുപോയി. എന്താണ് ഹജ്ജിന് എന്താണ് ഹജ്ജ്? ഹാജിപ്പൂർ, ബീഹാറിലെ ഹാജിപ്പൂർ ഗംഗാ നദിയുടെ തീരത്താണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹാജിപ്പൂർ, ബീഹാറിലെ ഹാജിപ്പൂർ ആണ് ഗംഗയുടെ തീരത്തുള്ളത്. ഫറൂഖ് എന്താണ്? ഫറൂഖാബാദ്, ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ആണ് ഫറൂഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ്. അടുത്ത എന്താണ്? ഋഷി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ്? ഋഷികേശ് ആണ്. ഉത്തർപ്രദേശിലെ ഋഷികേശ് ഗംഗാ നദിയുടെ തീരത്താണ്, ഓർത്തിരിക്കുക. ഋഷി കാണാതെ എന്താണ്? കാൺപൂർ. എന്താണ്? കാൺപൂർ, ഉത്തർപ്രദേശിലെ കാൺപൂരാണ് കാണാതെ. ഹരി എന്താണ്? ഹരിദ്വാർ ആണ് ഹരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരിദ്വാർ എവിടാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഗംഗയുടെ തീരത്താണ്. വാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാരണാസി, ഉത്തർപ്രദേശിലെ വാരണാസി ആണ് വാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാറ്റിയ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? പാറ്റ്നയാണ്, ബീഹാറിലെ തന്നെ പാറ്റ്നയാണ് പാറ്റിയ. കനമുള്ളത് എന്താണ്? കനൗജ്, ഉത്തർപ്രദേശിലെ കനൗജ്. അടുത്തത് എന്തായിരുന്നു? ബാദ് എന്താണ്? അലഹാബാദ്, ഉത്തർപ്രദേശിലെ തന്നെ അലഹാബാദ്. അപ്പോ ഈ കോഡിലൂടെ ഗംഗാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എന്തായിരുന്നു? ഗംഗയിലൂടെ ഹജ്ജിന് പോയ ഫറൂഖ് ഋഷി കാണാതെ ഹരി വാരിപ്പാറ്റിയ കനമുള്ള ബാത് കൊണ്ടുപോയി. ഒറ്റ കോഡാണ്. ഗംഗാ നദിയുടെ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളും ഈ കോഡിലൂടെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ക്ലാസ്. സന്തോഷ് ട്രോഫി. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം. ഈ കഴിഞ്ഞ കൊല്ലം LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. 1970, 73, 76, 71. ഏതാണ് കേരളം സന്തോഷ് ട്രോഫി നേടിയ വർഷം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1973. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടുന്നത്. 2023 സന്തോഷ് ട്രോഫിയുടെ 50ാമത് വാർഷികമാണ് ആഘോഷിച്ചത്. അപ്പോൾ സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരാനുള്ള കാരണം എന്താണ്? നമ്മൾ വാർഷികങ്ങളൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. PSC ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK ആണ് ചോദിക്കുന്നത്. അപ്പോൾ വാർഷികങ്ങളൊക്കെ വെച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ സന്തോഷ് ട്രോഫി ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ വരാൻ കാരണം എന്താണ്? 50ാമത് വാർഷികം. 2023 സന്തോഷ് ട്രോഫിയുടെ 50ാമത് വാർഷികം ആഘോഷിച്ചു. ഇതാണ് ക്വസ്റ്റ്യൻ വരാനുള്ള പ്രധാന കാരണം. എന്താണ് സന്തോഷ് ട്രോഫി? ഇന്ത്യയിലെ ഒരു അന്തർ സംസ്ഥാന ഫുട്ബോൾ മത്സരമാണ് സന്തോഷ് ട്രോഫി. നമുക്ക് എല്ലാവർക്കും അറിയാം. 1941 ആരംഭിച്ച ഈ മത്സരത്തിലെ ആദ്യത്തെ വിജയികൾ ബംഗാൾ ആയിരുന്നു. അപ്പോൾ സന്തോഷ് ട്രോഫി ആരംഭിച്ചതെന്നാണ്? 1941 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചത് 1941. അപ്പോൾ 1941 ഇത് ആരംഭിച്ചപ്പോൾ, സന്തോഷ് ട്രോഫി ആരംഭിച്ചപ്പോൾ ആദ്യത്തെ വിജയികൾ ബംഗാൾ ആയിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കിരീടം നേടിയതും ആര് തന്നെയാണ്? ബംഗാൾ തന്നെയാണ്.
ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കിരീടം നേടിയ സംസ്ഥാനം അല്ലെങ്കിൽ നേടിയ ടീമാണ് ഏത്? ബംഗാൾ. ബംഗാളാണ് ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ഇതുവരെ 32 തവണയാണ് സന്തോഷ് ട്രോഫി കിരീടം ബംഗാളിന് ലഭിച്ചത്. എത്രയാണ്? 32. ഇനി വരുന്ന എക്സാമിനൊക്കെ ഇതൊക്കെ ചോദിക്കാം. ഇതുവരെ ബംഗാൾ 32 തവണയാണ് സന്തോഷ് ട്രോഫി വിജയികളായിട്ടുള്ളത്. സന്തോഷ് ട്രോഫി ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ മത്സരങ്ങളിൽ ആദ്യകാലത്ത് തുടങ്ങിയ ഒന്നാണ്. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റും സന്തോഷ് എന്ന നാട്ടുരാജ്യത്തെ മഹാരാജാവുമായിരുന്ന മഹാരാജ സർ മന്മഥനാഥ് റോയ് ചൗധരിയുടെ പേരിൽ മത്സരത്തിന് ട്രോഫി സംഭാവന ചെയ്തതും ബംഗാൾ ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനാണ്. അപ്പോൾ ഈ മത്സരം സംഘടിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനാണ്. ആരാണ്? ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനാണ്. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന ആരാണ്? മന്മഥനാഥ് റോയ് ചൗധരി. ആരാണ്? മന്മഥനാഥ് ചൗധരി. മന്മഥനാഥ് റോയ് ചൗധരിയാണ് ഈ മത്സരം സന്തോഷ് ട്രോഫി ആരംഭിച്ചത്. എന്തുകൊണ്ട് സന്തോഷ് ട്രോഫി എന്ന പേര് നൽകി? എന്തുകൊണ്ട് നൽകി? ഈ മന്മഥനാഥ് റോയ് ചൗധരി ഒരു നാട്ടുരാജ്യത്തെ രാജാവായിരുന്നു. ഏതായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടുരാജ്യം? സന്തോഷ്. ഏതായിരുന്നു? സന്തോഷ് എന്ന നാട്ടുരാജ്യത്തെ രാജാവായിരുന്നു ആര്? മഹാരാജ സർ മന്മഥനാഥ് റോയ് ചൗധരി. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് സന്തോഷ് ട്രോഫി ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു മന്മഥനാഥ് റോയ് ചൗധരി. അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് പൂർണ്ണമാണ് സന്തോഷ് ട്രോഫി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ നാട്ടുരാജ്യമായിരുന്നു സന്തോഷ് എന്നതുകൊണ്ടാണ് സന്തോഷ് ട്രോഫിക്ക് ആ പേര് ലഭിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക. 1983 ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ രൂപം കൊള്ളുന്നത്. അപ്പോൾ എന്നാണ്? 1893 എന്നായിരുന്നു? 1893 ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ രൂപം കൊള്ളുന്നത്. എന്നാണ്? 1893 ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ രൂപം കൊള്ളുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഫുട്ബോൾ അസോസിയേഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുട്ബോൾ അസോസിയേഷനാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ. ഇത് രൂപം കൊള്ളുന്നത് 1893 എന്ന് ഓർത്തിരിക്കുക. ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷന്റെ രൂപീകരണത്തിലും IFA പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ചത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുന്നത് 1973 ഇതായിരുന്നു കഴിഞ്ഞ ചോദ്യം. 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുന്നത്. തുടർന്ന് കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി നേടി എന്നതാണ് നമ്മൾ നോക്കുന്നത്. തുടർന്ന് 1991, 92, 93, 2000, 2001, 2003, 2018, 2022 വർഷങ്ങളിലും കേരളം സന്തോഷ് ട്രോഫി നേടി. അപ്പോൾ ഏതൊക്കെ വർഷമാണ്? 1973 ആദ്യമായി കേരളം സന്തോഷ് ട്രോഫി നേടിയതിനു ശേഷം 1991, 92, 92, 93, 2000, 2001, പിന്നീട് ഏതാണ്? 2003, 2018, 2022 വർഷങ്ങളിലും കേരളം സന്തോഷ് ട്രോഫി നേടി. 2022 2018 2018 കേരളം പശ്ചിമ ബംഗാളിനെയാണ് പരാജയപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി നേടിയ ടീമാണ് പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2022 2018 കേരളം സന്തോഷ് ട്രോഫി നേടുന്നത്. അങ്ങനെ ആകെ 7 തവണ. എത്രയാണ്? 7 തവണ. ചോദ്യം വരാം. ആകെ 7 തവണയാണ് കേരളം സന്തോഷ് ട്രോഫി നേടുന്നത്. ഇതൊരു റെക്കോർഡ് കൂടിയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി നേടുന്ന 3ാമത്തെ സംസ്ഥാനമാണ് കേരളം. എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ സന്തോഷ് ട്രോഫി നേടുന്ന 3ാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഏറ്റവും കൂടുതൽ നേടുന്ന 3ാമത്തെ സംസ്ഥാനം എന്ന് പറയുമ്പോൾ എത്ര തവണയാണ്? 7 തവണയാണ്. 7 തവണ. അങ്ങനെയെങ്കിൽ രണ്ടാം സ്ഥാനം ഏത് ടീമിനാണ്?
പഞ്ചാബാണ്. പഞ്ചാബിന് 8 തവണയാണ് സന്തോഷ് ട്രോഫി ലഭിച്ചത്. അപ്പോൾ ഒരു തവണ കൂടി നമുക്ക് കിട്ടിയാൽ നമ്മളും എത്രാം സ്ഥാനത്തെത്തും? 2ാം സ്ഥാനത്തെത്തും. പഞ്ചാബിന് 8 തവണയാണ് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് 1973-ലാണ്. അങ്ങനെയെങ്കിൽ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫൈനലിൽ എത്തുന്നതും 1973 തന്നെയാണ്. ആദ്യമായി ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ കിരീടം നേടി എന്നതാണ് ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എന്താണ്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫൈനലിൽ എത്തുന്നത് 1973-ലാണ്. ഈ മത്സരം നടന്നത് കൊച്ചി മഹാരാജാസ് മിനി സ്റ്റേഡിയത്തിലാണ്. എവിടെയാണ്? കൊച്ചി മഹാരാജാസ് മിനി സ്റ്റേഡിയത്തിൽ വെച്ചാണ് 1973 കേരളം തന്റെ ആദ്യത്തെ സന്തോഷ് ട്രോഫി കിരീടം ഉയർത്തുന്നത്. കേരളം പരാജയപ്പെടുത്തിയ ടീം റെയിൽവേസ് ആണ്. റെയിൽവേസിനെയാണ് 1973 കേരളം പരാജയപ്പെടുത്തിയത്. ആ സമയത്ത് നമ്മുടെ കേരള ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? TKS മണി ആയിരുന്നു. ആരാണ്? TKS മണി ആയിരുന്നു കേരള ടീമിന്റെ ക്യാപ്റ്റൻ. ടൂർണമെന്റിൽ അതുവരെ ചരിത്രത്തിൽ സ്വന്തം ഗ്രൗണ്ടിൽ ഹാട്രിക് അടിച്ച് ഒരു ക്യാപ്റ്റൻ ട്രോഫി നേടുക എന്ന അപൂർവ ബഹുമതിക്ക് കളിയിലെ ഹീറോയായ മണി അർഹനായി. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റന് ഒരു റെക്കോർഡ് കൂടി ആ കളിയിലൂടെ ലഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ടൂർണമെന്റ് ചരിത്രത്തിൽ അതുവരെ സ്വന്തം ഗ്രൗണ്ടിൽ ഹാട്രിക് അടിച്ചു. എന്താണ്? സ്വന്തം ഗ്രൗണ്ടിൽ ഹാട്രിക് അടിച്ച് ട്രോഫി നേടുക എന്ന ബഹുമതി ലഭിച്ച ആദ്യത്തെ താരമായി നമ്മുടെ മണി മാറി. 2022 കേരളം സന്തോഷ് ട്രോഫി നേടുമ്പോൾ കേരള ടീം ക്യാപ്റ്റൻ വി മിഥുനായിരുന്നു. ഓർത്തിരിക്കുക, 2022 കേരളം അവസാനമായി സന്തോഷ് ട്രോഫി നേടുന്നത്. ആ സമയത്ത് നമ്മുടെ ടീം ക്യാപ്റ്റൻ വി മിഥുനായിരുന്നു. അപ്പോൾ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് എന്നാണ് 1941 കേരളം ആദ്യമായി ഫൈനലിൽ എത്തുന്നതും കേരളം ആദ്യമായി കിരീടം നേടുന്നതും 1973 ഓർത്തിരിക്കുക. ആ മത്സരം നടന്നത് കൊച്ചി മഹാരാജാസ് മിനി സ്റ്റേഡിയത്തിലാണ്. ഇനി വരുന്ന ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ക്ലാസ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇത്രയുമാണ് സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ. വരും ക്ലാസ്സുകളിൽ വളരെ റെലവന്റ് ആയിട്ടുള്ള പോയിന്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്